ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാട്ടിയ വിമത എംഎൽഎമാരുടെ വോട്ട് റദ്ദാക്കണം എന്ന് കോൺഗ്രസ്. വോട്ടെണ്ണൽ നീളുന്നു. കോൺഗ്രസ് ബിജെപി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇതിനകം തന്നെ റിസൾട്ട് അറിയേണ്ടതായിരുന്നു, പക്ഷേ വലിയ അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടല്ലോ. അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകി. അതനുസരിച്ചാകുമോ ഇനി തുടർ പ്രവർത്തനങ്ങൾ? അരുൺ, 6 മണിക്ക് തന്നെ ഫലം അറിയേണ്ടതായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് നാടകീയ രംഗങ്ങൾ ആരംഭിച്ചത്. 2 കോൺഗ്രസ് വിമത എംഎൽഎമാർ ബിജെപിക്ക് വോട്ട് ചെയ്ത കാര്യം ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാട്ടി അമിത്ഷായെ അറിയിച്ചു എന്നുള്ള പരാതിയാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ബോലാബായി, അതോടൊപ്പം തന്നെ രാഘവ്ജി പട്ടേൽ, ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് നേരത്തെ പുറത്തുപോയ 2 വിമത എംഎൽഎമാരാണ് വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ ഉയർത്തിക്കാട്ടിയത്. ഇതിന്റെ പരാതി റിട്ടേണിംഗ് ഓഫീസറെ കോൺഗ്രസ് അറിയിച്ചു. എന്നാൽ ഈ പരാതി ചെവിക്കൊള്ളാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ പരാതിയിൽ ഇതുവരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തില്ല. ദില്ലിയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യോഗം ആരംഭിച്ച് തന്നെ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ വോട്ടിങ്ങിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ സമ്മർദ്ദ തന്ത്രവുമായി ബിജെപി കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള രവിശങ്കർ പ്രസാദ്, മുക്താർ നഖ്വി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള മുതിർന്ന നേതാക്കളാണ് സമ്മർദ്ദ തന്ത്രവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തിയത്. കോൺഗ്രസ് നൽകിയ പരാതി തള്ളണമെന്നും ഉടൻ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കണം എന്നുമുള്ള ആവശ്യമാണ് ബിജെപി നേതാക്കൾ മുന്നോട്ട് വച്ചത്. അതേസമയം തന്നെ 3 ഘട്ടങ്ങളിലായി കോൺഗ്രസ് നേതാക്കളും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തെത്തി. ആനന്ദ് ശർമ്മ, അതോടൊപ്പം തന്നെ രൺദീപ് സുർജേവാല ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യഘട്ടത്തിൽ പരാതിയുമായി എത്തി. അതിനുശേഷം പ്രമുഖ നേതാക്കളെല്ലാം തന്നെയും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേതാക്കന്മാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ വോട്ട് എണ്ണൽ ആരംഭിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും അതായത് തിരഞ്ഞെടുപ്പ് ഫലം വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തുടർച്ചയായി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന വിഷയത്തിൽ നേരത്തെ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് എംഎൽഎയുടെ വോട്ട് അസാധുവാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയുണ്ട്. ആ നടപടി അതേപടി പിന്തുടരുക മാത്രം ചെയ്താൽ മതി എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം തന്നെ ബിജെപി കോൺഗ്രസിന്റെ ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വോട്ട് അസാധുവാക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. തോൽവി ഭയം കൊണ്ടാണ്, പരാജയ ഭീതിയിൽ നിന്നാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ബിജെപി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന വളരെ സങ്കീർണമായ തിരഞ്ഞെടുപ്പ്, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കിയ, ഇത്രയേറെ വീക്ഷിച്ച ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്ന ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിട്ടുള്ളത്. 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 2 സീറ്റുകളിലേക്ക് ബിജെപിക്ക് വിജയം ഉറപ്പാണ്. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും സേഫ് സോണിൽ ബിജെപിയുടെ ആദ്യ വോട്ടുകൾ നൽകിയാൽ അവരെ വിജയിപ്പിക്കാൻ കഴിയും. 3ാമത്തെ സീറ്റിനു വേണ്ടിയാണ് ശക്തമായ മത്സരം. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഹമ്മദ് പട്ടേൽ രംഗത്തുണ്ട്. എന്നാൽ വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. അതാണ് ഇത്രയധികം ഈ തിരഞ്ഞെടുപ്പ് സങ്കീർണമാക്കിയത്. നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചവരും അതോടൊപ്പം തന്നെ വിമത ഭാഗത്തേക്ക് മാറി നിന്നവരെയും എല്ലാം ഒഴിച്ചു നിർത്തിയാൽ 44 വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത്. 45 വോട്ടുകളാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ NCPയുടെ വോട്ടും JDUവിന്റെ വോട്ടും നിർണായകമായിരുന്നു. ഇതിൽ തന്നെ 2 NCP വോട്ടുകളിൽ 1 NCP വോട്ട് BJP സ്ഥാനാർത്ഥി ഒന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദ് പട്ടേലിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതേസമയം തന്നെ JDUവിന്റെ ഒരു വോട്ടും അഹമ്മദ് പട്ടേലിന് ലഭിച്ചിട്ടുണ്ട്. JDU MLA തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ 44 MLAമാരിൽ നിന്നും വ്യാപകമായ വോട്ട് ചോർച്ച ബിജെപിയിലേക്ക് വോട്ട് പോയി എന്ന് ബിജെപി നേതൃത്വം അവകാശപ്പെടുന്നു. വിജയം അവർ അവകാശപ്പെടുന്നു. അത്തരത്തിൽ പ്രവചനാതീതമായ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളും രാവിലെ മുതൽക്ക് തന്നെ മുന്നോട്ട് പോയത്. ഏതായാലും തിരഞ്ഞെടുപ്പ് ഫലം ഇപ്പോഴും വൈകുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അരുൺ.
പിരിവിനു വേണ്ടി കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ കൊല്ലത്തെ BJP ജില്ലാ നേതാവ് സുഭാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭീഷണിപ്പെടുത്തിയതിനും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. ഭീഷണിക്കിരയായ കച്ചവടക്കാരൻ ഇന്നലെ ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാജ്കുമാർ ടെലിഫോൺ ലൈനിൽ. രാജ്കുമാർ, മറ്റു വിവരങ്ങൾ കൂടി. അരുണ്, അല്പസമയം മുമ്പാണ് കൊല്ലം ചവറ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുഭാഷിന്റെ വസതിയിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതിന്റെ നടപടികൾ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പരാതിക്കാരനായ വ്യാപാരി മനോജിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിൽ ഈ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ ശബ്ദരേഖ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. IT സൈബർ ആക്ട് പ്രകാരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്യുക. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ജേക്കബ് തോമസിനെതിരെ CAG റിപ്പോർട്ട്. തുറമുഖ ഡയറക്ടറായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് CAG ക്രമക്കേട് കണ്ടെത്തിയത്. തുറമുഖ ഡയറക്ടറേറ്റ് കെട്ടിടം നിർമ്മിച്ചത് നഗരസഭയുടെ അനുമതി വാങ്ങാതെയാണ്. ഇതിലൂടെ 2.4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചതിലും കൊടുങ്ങല്ലൂർ തുറമുഖ സിഗ്നൽ സ്റ്റേഷൻ നവീകരണത്തിലും CAG ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 2009 മുതൽ 2014 വരെ തുറമുഖ ഡയറക്ടറായിരുന്നപ്പോൾ ജേക്കബ് തോമസ് നടത്തിയ പ്രവർത്തനങ്ങളിലാണ് CAG ക്രമക്കേട് കണ്ടെത്തിയത്. പ്രധാനമായും തിരുവനന്തപുരം വലിയതുറയിൽ തുറമുഖ ഡയറക്ടറേറ്റിനുള്ള കെട്ടിട നിർമ്മാണത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ അനുമതി തുറമുഖ ഡയറക്ടർ വാങ്ങിയില്ലെന്ന് CAG ഓഡിറ്റിൽ വിമർശിക്കുന്നു. ഇത് കാരണം 2.4 ലക്ഷം രൂപയാണ് നഷ്ടമുണ്ടായത്. PWD മാനുവൽ പ്രകാരമുള്ള ശരിയായ പ്രായോഗിക പഠനം നടത്താതെയാണ് സ്ഥലം കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇതിന്റെ ഫലമായി 1.93 കോടി ചെലവിട്ട് നിർമ്മിച്ച ഡയറക്ടറേറ്റ് കെട്ടിടം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറേറ്റിലും തുറമുഖ കാര്യാലയങ്ങളിലും സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചതിലും CAG ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. 82 ലക്ഷം ചെലവിട്ട് 11 തുറമുഖ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച 11 സൗരോർജ്ജ പാനലുകളിൽ 9 പ്രവർത്തനക്ഷമമായിട്ടില്ല. വലിയതുറ, വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ എന്നീ 4 തുറമുഖങ്ങളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകിയ 35 ലക്ഷം വകമാറ്റിയതായും CAG വിമർശിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ സിഗ്നൽ സ്റ്റേഷന് പകരം നിർമ്മിച്ചത് കോൺഫറൻസ് ഹാളായിരുന്നു. 56.21 ലക്ഷത്തിന്റെ കരാർ കിറ്റ്കോയെ ഏൽപ്പിച്ചതും സർക്കാരിനെ അറിയിക്കാതെ. സർക്കാരിന്റെ തെറ്റായ വസ്തുത കാട്ടി തുറമുഖ ഡയറക്ടർ വഴിതെറ്റിച്ചെന്നും CAG പറയുന്നു. അനർട്ടിൽ നിന്നും സാക്ഷ്യപത്രം വാങ്ങാത്തതിനാൽ ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനായില്ലെന്നും CAG വ്യക്തമാക്കുന്നു. ഇതോടെ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളാണ് CAG ശരിവയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 22 വരെ നീട്ടി. അങ്കമാലി കോടതിയാണ് ദിലീപിന്റെ റിമാൻഡ് നീട്ടിയത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം മാഡം ഉണ്ട് എന്നത് കെട്ടുകഥയല്ല എന്ന് പൾസർ സുനി പറഞ്ഞു. സിനിമാ രംഗത്തുള്ളയാളാണ് മാഡമെന്നും കുന്നംകുളം കോടതിയിൽ ഹാജരാക്കവേ സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. പരാതിയൊന്നുമില്ലെന്ന് ദിലീപ് അറിയിച്ചതിനെ തുടർന്ന് റിമാൻഡ് കാലാവധി കോടതി ഈ മാസം 22 വരെ നീട്ടുകയായിരുന്നു. കോടതി സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വെച്ചായിരുന്നു വീഡിയോ കോൺഫറൻസിംഗ് നടപടികൾ പൂർത്തിയാക്കിയത്. ആലുവ സബ് ജയിലിൽ കഴിയുന്ന ദിലീപ് അഡ്വക്കേറ്റ് B രാമൻപിള്ള മുഖേന നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതിയും ഹൈക്കോടതിയും നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിലീപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം മാഡം എന്നത് കെട്ടുകഥയല്ലെന്ന് പൾസർ സുനി പറഞ്ഞു. സിനിമാ രംഗത്തുള്ളയാളാണ് മാഡമെന്നും സുനി സൂചിപ്പിച്ചു. ബൈക്ക് മോഷണക്കേസുമായി ബന്ധപ്പെട്ട കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു സുനി മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മേഡം കിട്ടുകതയല്ല കേട്ടാ, മേഡമൊക്കെ വരും. അതെ, ആരാ? സിനിമാ രംഗത്ത് തന്നെ നടിയാണോ? സിനിമ നടിയാണോ? ഞാൻ പറഞ്ഞില്ലേ 16-ാം തീയതി. മാഡം ആരാണെന്നത് ആലുവയിൽ കിടക്കുന്ന VIP പറയട്ടെയെന്നും VIP പറഞ്ഞില്ലെങ്കിൽ ഈ മാസം 16 വരെ കാത്തിരിക്കുമെന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ, കൊച്ചി. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. 81.91% പോളിംഗ്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു. അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. 36,330 വോട്ടർമാരിൽ 30,122 പേരാണ് മട്ടന്നൂർ നഗരസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 82.91% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 82% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് 34-ാം വാർഡായ മാറ്റടിയിലും ഏറ്റവും കുറവ് 31-ാം വാർഡായ മിനി നഗറിലുമാണ് രേഖപ്പെടുത്തിയത്. രാവിലെ ശക്തമായ മഴ പെയ്തെങ്കിലും പിന്നീട് കാലാവസ്ഥ അനുകൂലമായി. ദേവർക്കാവിൽ വോട്ടിംഗ് യന്ത്രം അരമണിക്കൂർ കേടായെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചു. എവിടെയും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.
35 വാർഡുകളിലേക്ക് LDF, UDF, BJP, SDPI സ്ഥാനാർത്ഥികളായി 112 പേരാണ് മത്സരരംഗത്തുണ്ടായത്. കനത്ത പോളിംഗോടെ മട്ടന്നൂരിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എവിടെയും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശാന്തവും സമാധാനപൂർണവുമായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഇത്തവണത്തെ ഓണം വിഷരഹിത പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ സദ്യയ്ക്കൊപ്പം ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത പച്ചക്കറികളുടെ ആദ്യ വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങളിലെ ചെടികൾക്കൊപ്പം കാർഷിക വിളകളും സമൃദ്ധമായി വളരുകയാണ് ഭരണസിരാ കേന്ദ്രത്തിന്റെ പരിസരത്ത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറികൾ എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇങ്ങനെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും 17 കൃഷിപ്പണിക്കാരും 1600 ഗ്രോ ബാഗുകളിലായി സെക്രട്ടേറിയറ്റ് പരിസരം സമൃദ്ധമാക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. പൂർണ്ണമായും ജൈവവളങ്ങൾ കൊണ്ട് കൃഷി ചെയ്തെടുത്ത പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ജീവനക്കാർക്ക് നൽകാനും ഇതിലൂടെ ലഭിക്കുന്ന തുക തുടർന്നുള്ള കൃഷിക്ക് ഉപയോഗിക്കാനുമാണ് ജീവനക്കാരുടെ തീരുമാനം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 63 ലക്ഷം കുടുംബങ്ങളിലേക്ക് പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ 45 ലക്ഷം നടീൽ വസ്തുക്കൾ, പിന്നെ പച്ചക്കറി തൈകളും ലക്ഷക്കണക്കായിട്ടുള്ള ഗ്രോ ബാഗുകളും ഇതിനകം തന്നെ കേരളത്തിലെ എല്ലാ കൃഷിഭവനുകൾ വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പദ്ധതി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ലക്ഷങ്ങളുടെ സമാന പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് കൃഷി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.